what iTrek is for the forest department. Forest department sees iTrek with that much high regard. That's a rapport that we have maintained over the years of relationship. ഹലോ ഗൈസ്, കേരളത്തിലെ രണ്ടാമത്തെ വലിയ കൊടുമുടി എന്നറിയപ്പെടുന്ന അഗസ്ത്യാർകൂടത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര. പ്രകൃതിയോടൊപ്പം പ്രകൃതിയെ അറിഞ്ഞ് ഈ ഒരു യാത്ര നമ്മൾ പോകുന്നത് ഐട്രക്ക് എന്നൊരു ട്രെക്കിംഗ് ഗ്രൂപ്പിനൊപ്പമാണ് കേട്ടോ. കവടിയാറിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മൾ ബോണക്കാട് എന്നൊരു സ്ഥലത്തെത്തിയിട്ടാണ് നമ്മുടെ ഈ ഒരു ട്രെക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ ഈ ഒരു കടയിൽ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് ഈ നടക്കുന്നത്. നമ്മൾ സ്വന്തം കാറിലോ അങ്ങനെ ഏതെങ്കിലും വണ്ടിയിലാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ വഴിയൊക്കെ ആ ഒരു വണ്ടിയിൽ തന്നെ പോകാം. എന്നിട്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് ബാക്കി ട്രെക്കിംഗ് തുടങ്ങാവുന്നതാണ്. അപ്പം പാർക്കിംഗ് ഫീസ് സെപ്പറേറ്റ് കൊടുക്കണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് വന്നത്. അപ്പോൾ ഈ ഒരു 2 കിലോമീറ്റർ നടന്നിട്ട് വേണം നമ്മൾ ആ ഒരു ഫോറസ്റ്റ് ഓഫീസിലെത്താനും. അവിടെ എത്തിയതിന് ശേഷം പിന്നെ നമ്മുടെ ബാഗ് പരിശോധിക്കും. അതുപോലെ എന്താ പറയുക, പ്ലാസ്റ്റിക് അങ്ങനത്തെ ഒരു സാധനങ്ങൾ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത്യാവശ്യമുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ കൊണ്ടുപോയ അതേ സാധനങ്ങളെല്ലാം തിരിച്ച് കാണിച്ചാൽ മാത്രമേ ആ ക്യാഷ് നമുക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ. നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എൻട്രി പാസും പിന്നെ അതിനോടൊപ്പം ഒരു അഫിഡവിറ്റും പിന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതിന് 7 ദിവസത്തിനകത്ത് എടുക്കുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റും പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി കാർഡും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് നമ്മൾ ഈ ഫോറസ്റ്റ് ഓഫീസിൽ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷം നമ്മൾ ഓൺലൈൻ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ വരാമെന്ന് കരുതിയെങ്കിലും ആ സമയത്ത് ടിക്കറ്റൊന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ഒരു യാത്ര മുടങ്ങി. പിന്നീടാണ് നമ്മൾ ഈ ഒരു ഐട്രക്ക് എന്ന ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ഇനി അവരുടെ നെക്സ്റ്റ് ഈ ഒരു അഗസ്ത്യാർകൂടം ട്രെക്കിംഗ് നടക്കുന്ന സമയത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. ട്രാവലും ഫുഡും ടിക്കറ്റും അക്കോമഡേഷനും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു 5600 രൂപയാണ് ഫീസ് ആയത്. ഞാനും രസ്നയും മനുജയും പിന്നെ മനുജയുടെ മോൻ മുകുന്ദും ചേർന്നിട്ടാണ് ഈ ഒരു ട്രെക്കിങ്ങിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു ഐട്രക്ക് ഗ്രൂപ്പിൽ വേറെ അല്ലാണ്ട് എല്ലാവരും കൂടെ ചേർത്തിട്ടൊരു 35 പേരുണ്ട്. മനുജയുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയ സമയം തൊട്ട് കേൾക്കുന്നതാണ് ഈ അഗസ്ത്യാർകൂടം ട്രെക്കിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ മനുജയുടെ ഒരു സ്വപ്നമായിരുന്നു ഇത്. പിന്നീട് അതിനെപ്പറ്റി പറഞ്ഞും കേട്ടും ഒക്കെ അങ്ങനെ ഞങ്ങളിലേക്കും കൂടെ ആ ഒരു സ്വപ്നം പകർന്നു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഈ ഒരു ട്രെക്കിങ് എങ്ങനെയായാലും പോകണം, എപ്പോഴെങ്കിലും പോകണം എന്നിങ്ങനെ തീരുമാനിക്കുന്നതും. അത് എന്തോ ഒരു അനുഗ്രഹം പോലെ 2025 തന്നെ അത് നടപ്പിലാക്കാനും സാധിച്ചു. ഞങ്ങളുടെ ഈ ഒരു ട്രെക്കിംഗ് ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളെയാണ് നിങ്ങളെ കാണുന്നത്. മനുജയുടെ മോൻ, അവന് 14 ഇയേഴ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പ്രകൃതിയോടൊപ്പം പ്രകൃതിയെ അറിഞ്ഞ് നമുക്ക് ഈ ഒരു യാത്ര തുടങ്ങാം. ദിവസം കൊണ്ടിട്ടാണ് ഏകദേശം 44 കിലോമീറ്റർ ദൂരം വരുന്ന ഈ ഒരു ട്രെക്കിംഗ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ ദിവസം ബോണക്കാട് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു 14 കിലോമീറ്ററോളം നടന്ന് വൈകിട്ടോടെ അതിരുമല ബേസ് ക്യാമ്പിലെത്തും. അതിരുമല ബേസ് ക്യാമ്പ് എത്തുന്നതിന് മുന്നേ ആയിട്ട് ചെറിയ ലാത്തിമുട്ട, കരമനയാറ്, വാഴപ്പത്തിയാറ്, അട്ടയാറ് എന്നിങ്ങനെ ചെറിയ ബേസ് ക്യാമ്പുകളുണ്ട്. പശ്ചിമഘട്ടത്തിലെ വന്യമായ സൗന്ദര്യം കുടികൊള്ളുന്ന ഒരിടമാണ് അഗസ്ത്യാർകൂടം. ഈ ഒരു അഗസ്ത്യാർകൂടത്തെക്കുറിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. വനവാസകാലത്ത് ശ്രീരാമനും സംഘവും കഴിച്ചാൽ വിശപ്പ് വരാത്ത ആരോഗ്യപ്പച്ച എന്ന അഗസ്ത്യപച്ചയുടെ ഇലകൾ കഴിച്ചിട്ടുണ്ടെന്നും അതുപോലെ തന്റെ ഉയരത്തിൽ അഹങ്കരിച്ചിരുന്ന വിന്ധ്യാപർവ്വതത്തിന്റെ അഹങ്കാരം ശമിപ്പിക്കുവാൻ സപ്തർഷികളിൽ ഒരാളായ അഗസ്ത്യമുനി ദക്ഷിണ ദിക്കിലേക്ക് വന്ന് താമസിച്ച ഇടമാണ് അഗസ്ത്യാർകൂടമെന്നും വിശ്വസിക്കപ്പെടുന്നു. മറ്റൊരു ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ, ആദിദൈവമായ ഭഗവാൻ ശിവൻ ഭാര്യയായ പാർവതിക്ക് സിദ്ധവൈദ്യം ഉപദേശിച്ചു കൊടുത്തു. പിന്നീട് പാർവതിയിൽ നിന്നും തന്റെ മകനായ മുരുകൻ അത് പഠിച്ചെടുക്കുകയും മുരുകനിൽ നിന്നും പിന്നീട് നന്ദികേശനിലേക്കും
പിന്നീട് നന്ദികേശനിൽ നിന്ന് തൻ്റെ ശിഷ്യനായ അഗസ്ത്യമുനിക്കും അത് പകർന്നു നൽകിയെന്നാണ് ഐതിഹ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളും കഥകളും തൽക്കാലം അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഒരു ട്രെക്കിങ്ങിനും നമ്മൾ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാനുണ്ട്, കൊണ്ടുവരേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്രെക്കിംഗ് ഗ്രൂപ്പിൻ്റെ കൂടെ വന്നതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമ്മൾ മറന്നിട്ടില്ല. കാരണം ആ ഒരു ഗ്രൂപ്പിൽ തന്നെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്തൊക്കെ എടുക്കണം, എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത് ജസ്റ്റ് ഫോളോ ചെയ്യേണ്ടതായിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ട്രെക്കിംഗ് ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെക്കിംഗ് ഷൂസ് വാങ്ങിക്കുന്നത് കൊണ്ട് തെറ്റില്ല. റണ്ണിങ് ഷൂസ് നമുക്ക് യൂസ് ചെയ്യാം. ഇതൊന്നുമില്ലാതെ ഷൂസോ ചെരുപ്പോ ഒന്നുമില്ലാണ്ട് നടക്കുന്ന ആളുകളെ നമ്മളിവിടെ കണ്ടു. അപ്പോൾ അതൊക്കെ എല്ലാവരുടെയും എന്താ പറയുക, മനസ്സിൻ്റെ ഒരു മനക്കരുത്ത് പോലെയൊക്കെ തന്നെ ഇരിക്കും. ആ ഒരു വിൽ പവർ നമുക്ക് ഉണ്ടായിരിക്കണം അങ്ങനെ ഷൂസും ഒന്നും ഇല്ലാണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ. അത്യാവശ്യം വേണ്ടുന്ന ഡ്രസ്സ്, മെഡിസിൻ, അതുപോലെ തന്നെ ഫുഡ്, സ്നാക്സ്, അതായത് നമ്മൾ പ്രോട്ടീൻ ബാർ, ഓറഞ്ച്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കരുതിയിരിക്കണം. അങ്ങനെ നമ്മളൊരു കുറച്ചു ദൂരം നടന്നു. ഉച്ചയ്ക്ക് ഫുഡ് അടിക്കേണ്ട സമയമായപ്പോൾ നമ്മൾ അവിടെ ഒരു അരുവിയുടെ അടുത്തിരുന്നിട്ട് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നീട് യാത്ര കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഡേ യാത്രയെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ഈ രാവിലെ കവടിയാർന്ന് നമ്മൾ ബോണക്കാട് വരെ വരുന്ന വഴിക്ക് ട്രാവലറിൽ ഇരുന്നിട്ട് വൊമിറ്റ് ചെയ്തു. എനിക്ക് മോഷൻ സിക്നസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ വൊമിറ്റിംഗ് തുടങ്ങിയാൽ അതുടനെ ഒന്നും സ്റ്റോപ്പ് ആവത്തില്ല. ഇങ്ങനെ 1, 2, 3, 4 തവണയൊക്കെ ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് ഞാൻ പണ്ടാരം അടങ്ങിയിട്ടേ അത് അവസാനിക്കുള്ളൂ. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. പക്ഷേ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നടന്നു തുടങ്ങിയപ്പോൾ ഒരു ഫ്രഷ് എയറൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ ഓക്കെ ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ പിന്നെ ലഞ്ച് കഴിച്ചിട്ട് നമ്മൾ സഡനായിട്ട് നടക്കാൻ തുടങ്ങിയത് കൊണ്ടാണോ എന്തോ എനിക്ക് ഭയങ്കരമായിട്ടും വീണ്ടും ആ ഒരു ഫീലിംഗ് ഒക്കെ വന്ന് നോസിയായിട്ട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങോട്ട് പോയ വഴിക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നത് വളരെ കുറവായിരുന്നു. അപ്പോൾ ഇങ്ങനെ എങ്ങനെ എത്തും മുകളിൽ, അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇനി തിരിച്ചിറങ്ങണമെങ്കിലും പാടാണ്, അങ്ങോട്ട് പോകണമെങ്കിലും, അങ്ങനെ ആകെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലായിരുന്നു ഞാൻ. പിന്നെ എങ്ങനെയൊക്കെയോ മനുഷ്യയായിട്ട് നടന്ന് കുറച്ച് നടന്ന് എങ്ങനെയെങ്കിലും ആ ഒരു അതിരുമല ബേസ് ക്യാമ്പിലെത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് എൻ്റെ ഒരു മനസ്സിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് റെസ്റ്റ് എടുക്കാം, ഞാൻ മുകളിലോട്ട് കയറുന്നില്ല, ഇവരെല്ലാവരും പോയിട്ട് വരട്ടെ, അവിടെ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് പിറ്റേന്ന് തിരിച്ച് അവരുടെ കൂടെ ഇറങ്ങാം. കാരണം എൻ്റെ ആ ഒരു സ്റ്റേജ് അങ്ങനെ ആയിരുന്നു. പക്ഷെ വൈകിട്ട് നമ്മൾ അവിടെ എത്തി ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ചൊക്കെ ഓക്കെ ആയി. പിന്നെ നല്ലൊരു കുളിയും കൂടെ കഴിഞ്ഞ് ഉറങ്ങിയൊക്കെ എണീറ്റ് രാവിലെ ആയപ്പോഴത്തേനും ഫാർ ബെറ്റർ ആയിരുന്നു. അങ്ങനെ എന്തായാലും തിരിച്ച് മുകളിലോട്ട് കയറണം എന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നു. അങ്ങനെ ഒരു യാത്ര ഞാൻ കംപ്ലീറ്റ് ചെയ്തു. യാത്രയിൽ ഓരോ മണിക്കൂറിനും ഇടയിൽ നമ്മൾ ഇതുപോലെ 3, 4 വെള്ളച്ചാട്ടങ്ങൾ കാണും. അപ്പോൾ ഇതിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ കുറച്ച് ക്ലീനായിട്ട് ഒഴുകി വരുന്നിടത്തു നിന്ന് നോക്കി നമ്മൾ വെള്ളം എടുക്കും. എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. കൊണ്ടുവന്ന സ്നാക്സിനിടയിൽ ഏറ്റവും കൂടുതൽ ഉപകരിച്ചത് ഓറഞ്ചും ഉപ്പുമാണ് കേട്ടോ. കാരണം ബാക്കി നട്ട്സും അല്ലെങ്കിൽ പ്രോട്ടീൻ ബാറൊക്കെ കഴിച്ചാലൊന്നും നമുക്കൊരു ക്ഷീണം അങ്ങനെ ഒരുപാട് മാറുന്നതായിട്ട് ഫീൽ ചെയ്തില്ല. പക്ഷേ ഓറഞ്ച് നമ്മൾ കുറച്ച് ഉപ്പിൽ തൊട്ട് കഴിച്ചാൽ ഭയങ്കര എനർജിയാണ്, ഒരു ദാഹവും മാറും, കുറച്ച് വിശപ്പും മാറും, അങ്ങനത്തെ ഒരു ഫീലാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്നതും ഓറഞ്ച് കൊണ്ടുപോകാൻ നോക്കുക. വെയിറ്റ് കൂടുതലാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചതിൽ നിന്ന് 3-4 ഓറഞ്ച് മാറ്റി. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയപ്പോഴാണ് അതിൻ്റെ ഒരു വില മനസ്സിലാവുന്നത്. കുറച്ച് കൂടുതൽ ഓറഞ്ച് ആയിരുന്നു കരുതേണ്ടിയിരുന്നത്. പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ലഗേജ് ബാഗ് ചുമക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൈഡിൻ്റെ ഹെൽപ്പ് ചോദിക്കാവുന്നതാണ്. അവർക്ക് അതിൻ്റെ ഒരു റേറ്റ് കൊടുത്താൽ മതി. അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 1500 രൂപയാണ് ആയത്. അപ്പോൾ അങ്ങനെയുള്ള ഹെൽപ്പൊക്കെ നമുക്ക് കിട്ടും.
അങ്ങനെ തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കും കാട്ടരുവികൾക്കും ഇടയിലൂടെ നടന്ന് ഇനി അങ്ങോട്ട് കുറച്ചു ദൂരം പച്ചപ്പരവതാനി പോലെയുള്ള പുൽമേടുകളിലൂടെയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഇടയ്ക്കായി ഉയരം കുറഞ്ഞ തേക്ക് മരങ്ങളും കാട്ടുനെല്ലിമരങ്ങളും ഒക്കെ കാണാം. ഇവിടെ ഇത്രയും നേരം കാണാത്ത വ്യത്യസ്തമായൊരു കാഴ്ചയാണ് പുൽമേടുകളിൽ ചുറ്റി മലകളും അവയെ തഴുകി കടന്നു പോകുന്ന കാർമേഘങ്ങളും. വർഷങ്ങളായി ആളുകൾ ഇതുവഴി നടന്ന് നടപ്പാതയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ എവിടെയെങ്കിലും ചെറിയൊരു കൺഫ്യൂഷൻ തോന്നുന്നൊരു സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ അവർ ആ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ ആരോ മാർക്ക് വരച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ കുറച്ചധികം ബുദ്ധിമുട്ടി വൈകിട്ടായപ്പോഴത്തേനും നമ്മൾ ബേസ് ക്യാമ്പിൽ, അതായത് അതിരുമല ബേസ് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. മറ്റെല്ലാ തിരക്കിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ട് ഒരു 2 ദിവസം ഈ ഒരു കൂറ്റൻ കാട്ടിൻ്റെ നടുവിൽ പക്ഷിമൃഗാദികളുടെ ശബ്ദവും കാറ്റിൻ്റെ ചലനവും കോരിത്തരിപ്പിക്കുന്ന തണുപ്പും ഒക്കെ ആയിട്ട് അങ്ങനെ 2 ദിവസം. അപ്പോൾ വൈകിട്ടത്തെ ചായയും ബജിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രിത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചൂടോടെ നല്ല കഞ്ഞിയും പയറുമാണ്. അതിൻ്റെ കൂടെ പപ്പടവും പിന്നെ ചുട്ട മുളകും ഒക്കെ ഉണ്ട്. നല്ല നാടൻ രുചിയുള്ള ഫുഡാണ് നമുക്ക് വേണ്ടി അവർ വിളമ്പിയത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല, എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും ഫുഡൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് വേണ്ടി ആ ഫുഡ് പ്രിപ്പയർ ചെയ്തവരെ നമുക്കൊന്ന് കാണാം. അങ്ങനെ രാത്രി ഫുഡും കുളിയും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി നന്നായിട്ട് റെസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് പിറ്റേന്ന് രാവിലത്തെ ട്രെക്കിംഗ് നമ്മളിവിടെ തുടങ്ങുകയാണ്. അതിരുമല ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മൾ അഗസ്ത്യാർകൂടത്തിലേക്ക് 6 കിലോമീറ്ററാണ് നടന്ന് കയറുന്നത്. പക്ഷേ ആ ഒരു 6 കിലോമീറ്ററാണ് ഈ ഒരു മൊത്തം ട്രെക്കിങ്ങിൻ്റെ ഏറ്റവും ടഫായിട്ടുള്ളൊരു പാർട്ടെന്ന് പറയുന്നത്. കാരണം ഒരുപാട് പാറകൾക്കിടയിലൂടെ കുത്തനെയാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് ഡേ കയറുന്നത്. അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങൾ മാത്രം കയ്യിലെടുക്കുക. പിന്നെ ട്രെക്കിംഗ് ഷൂസ് ആദ്യമായിട്ട് വാങ്ങുന്നവർ എപ്പോഴും ഒരു ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വാങ്ങിക്കുക. ഇപ്പം നമ്മുടെ സൈസ് 5 ആണെന്നുണ്ടെങ്കിൽ ട്രെക്കിംഗ് ഷൂസ് എപ്പോഴും 6 എടുക്കുക. എനിക്കതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. കാരണം ഞാൻ ആദ്യം ഓൺലൈൻ വാങ്ങിയ ഷൂസ് കറക്റ്റ് അളവാണ്, അങ്ങനെയാണ് വാങ്ങിയത്. പക്ഷെ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നമ്മൾ ഈ യാത്ര കയറിയിട്ട് തിരിച്ചിറങ്ങുമല്ലോ, ഈ മലയിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ നമ്മുടെ ടോ വന്നിട്ട് ഈ ഒരു ഷൂസിൻ്റെ ഫ്രണ്ടിലായിട്ട് തട്ടി നമുക്ക് പിന്നീട് കാലുവേദന ഉണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ എനിക്ക് ഷൂസ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അങ്ങനെ പാറക്കെട്ടുകളും മലയിടുക്കുകളും
പേടിപ്പെടുത്തുന്ന ഉയരങ്ങളിലേക്ക് കിടക്കുന്ന കല്ല് നിറഞ്ഞ വഴികളും ഒക്കെ കടന്ന് യാത്ര ചെയ്ത് നമ്മൾ പൊങ്കാലപ്പാറ എത്തിയിട്ടുണ്ട്. പിടിച്ചു നിന്നില്ലെങ്കിൽ നമ്മുടെ ബാലൻസ് പോലും പോകുന്ന രീതിയിലുള്ള ശക്തമായ കാറ്റാണ് ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലൂടെ ഒരു തൊപ്പി പറന്നു പോയതാണ് നമ്മൾ നേരത്തെ കണ്ടത്. അല്പനേരം വിശ്രമിക്കുന്ന ഒരിടമാണ് ഈ പൊങ്കാലപ്പാറ. ഇവിടെ നമുക്ക് കുറച്ചു നേരം നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. അങ്ങനെ ഒരുപാട് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്ത് കളയരുത്. നമുക്ക് ഇനിയും കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ ഒരുപാട് വൈകി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും. പിന്നെ തിരിച്ച് ഇറങ്ങാൻ അതുപോലെ തന്നെ വൈകും. അതുകൊണ്ട് കുറച്ചു നേരമൊക്കെ ഇവിടെയൊക്കെ നിന്ന് പിന്നീട് നമ്മുടെ യാത്ര അങ്ങനെ തുടരുക. അപ്പോൾ ഇതുവരെ നമ്മൾ വന്ന പോലത്തെ വഴികളല്ല ഇനി അങ്ങോട്ട്. കുറച്ച് കൂടുതൽ ഇടുങ്ങിയ വഴികളും അതുപോലെ തന്നെ AC കാടെന്നൊക്കെ പറയുന്ന, അതായത് അങ്ങനെ ഒരു ഫീല് കിട്ടുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാടുകളുടെ ഇടയിലൂടെയാണ് നമ്മളിനി യാത്ര ചെയ്യുന്നത്. കേരളത്തിൽ അത്യാവശ്യം കഠിനമായൊരു ട്രെക്കിംഗ് ആണ് ഇതെങ്കിലും ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അത്ര തന്നെ മനോഹരമാണ്. അത് നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ മുകളിലേക്ക് കയറി ചെന്നിട്ട് കാണുന്ന കാഴ്ചയെക്കാളും ഈ ഒരു ട്രെക്കിങ്ങിൻ്റെ ആ ഒരു ജേണി, അതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ. അവസാന 2 കിലോമീറ്റർ അത്യാവശ്യം നല്ല ടഫാണ് കേട്ടോ. 3 സ്ഥലങ്ങളിൽ കയറി കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പിടിച്ചു വേണം നമ്മൾ മുകളിലോട്ട് കയറി ചെല്ലാനായിട്ട്. ഇങ്ങനെ ഈ റോപ്പിലൊക്കെ പിടിച്ച് കയറുന്ന ടഫായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് 2-3 ഗൈഡൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഗൈഡ് മാത്രമല്ല, അല്ലാതെ നമ്മുടെ ട്രക്കിംഗ് ഗ്രൂപ്പിൽ വന്ന ആളുകളെല്ലാം തന്നെയും നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. കാരണം 2-3 വട്ടം അല്ലെങ്കിൽ അതിൽ കൂടുതൽ 5-6 വട്ടമൊക്കെ വന്നിട്ടുള്ള ഈ ട്രക്കിങ്ങിന് വന്നിട്ടുള്ള കുറേ ആളുകൾ ഉണ്ടാവുമല്ലോ. അവരൊക്കെ നല്ല എക്സ്പേർട്സ് ആണ്. അപ്പോൾ അവർക്ക് ഇതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവർക്ക് എളുപ്പമാണ്. അതുപോലെ അവർ ഒരാളെ ഹെൽപ്പ് ചെയ്യും, പിന്നെയും താഴെ പോവും, അടുത്ത ആളെ കയറ്റി വിടും. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലും അതല്ലാതെ വന്നവരും ഒക്കെ ഒരുപാട് നമ്മൾ സഹായിക്കാനായിട്ട് കുറേ ആളുകൾ ഈ ഒരു യാത്രയുടെ ഇടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്ന വീഡിയോസൊക്കെ നമ്മുടെ കൂടെ ട്രെക്കിങ്ങിന് വന്ന ആശിഷ് എന്നൊരു ഫ്രണ്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളിലൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് ടഫാണ്, റിസ്ക് ആണ്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാല് വഴുതും, തെന്നും വീഴും. അങ്ങനെ കല്ല് നിറഞ്ഞ വഴികളും പാറക്കെട്ടുകളും ഒക്കെ കടന്ന് അങ്ങ് ടോപ്പിൽ എത്തിയിട്ടുണ്ട്. 2025 തന്നെ ഈ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചതിന് ഞാൻ യൂണിവേഴ്സിനോട് താങ്ക്സ് പറയുകയാണ്. കാരണം ഇതൊരു ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്വപ്നമായിരുന്നു. എപ്പോൾ നടപ്പിലാകുമെന്നൊന്നും യാതൊരു നിശ്ചയവും ഇല്ലായിരുന്നു. അങ്ങനെ ഈ ഒരു വർഷം തന്നെ അത് നടപ്പിലാക്കാനായിട്ട് യൂണിവേഴ്സ് സഹായിച്ചു.
ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള ഈ കാഴ്ചകൾ കാണുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും നേരം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അങ്ങോട്ട് മറക്കും. സമുദ്രനിരപ്പിൽ നിന്ന് 6129 അടി മുകളിലാണ് അഗസ്ത്യാർകൂടം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ മുകളിൽ ചെല്ലുമ്പോൾ ഉള്ള ക്ലൈമറ്റ്, വെതർ, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ നമ്മൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയിൽ. യാത്രകൾ നമുക്കിഷ്ടമാണ്, അതുകൊണ്ട് അത് ചെയ്യുന്നു എന്നതുപോലെ തന്നെ ആ യാത്രയിൽ എന്തെങ്കിലും പുതിയതായി നമ്മൾ അറിഞ്ഞോ പഠിച്ചോ എന്നുള്ളതും വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത്, ജീവിതം എന്നൊരു യാത്രയും ഇതുപോലെ തന്നെ കല്ലും മുള്ളും നിറഞ്ഞതാണെങ്കിലും നമ്മളെയൊക്കെ മുന്നോട്ട് നയിക്കുന്ന ആ ഒരു ലക്ഷ്യം, പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ഫോക്കസ് ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ആകരുത്, അതിലേക്കുള്ള ഓരോ ചുവടുവെപ്പും നമ്മൾ എൻജോയ് ചെയ്യാൻ മറക്കരുത് എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ഈ മനക്കോട്ട കെട്ടിയ ആ ലക്ഷ്യം അല്ലെങ്കിൽ പ്രതീക്ഷയിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കരുതിയ ഒരു മനോഹാരിത ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. അതെന്ത് തന്നെ ആയാലും ലൈഫ് എന്ന ഈ ജേണിയിലെ ഓരോ മൊമെന്റും, സങ്കടമായാലും സന്തോഷമായാലും സക്സസ് ആയാലും ഫെയിലിയർ ആയാലും, അതെല്ലാം മനസ്സിലാക്കിയും അതിൽ നിന്ന് പഠിച്ചും മുന്നോട്ട് പോകുന്ന ആ യാത്രയാണ് പിന്നീട് നമ്മൾ കൂടുതലും ഓർക്കാൻ സാധ്യതയുള്ള മൊമെന്റ്സ്. കാരണം ലക്ഷ്യം എന്നുള്ളതിന് അല്പായുസേ ഉള്ളൂ. ഓരോ ലക്ഷ്യവും നേടിക്കഴിഞ്ഞാൽ നമ്മൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് അടുത്തതിനെ തേടിപ്പോകും. കാരണം നമ്മൾ മനുഷ്യർ പുതുമ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ജേണി എവർലാസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ യാത്രകൾ നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ജീവിതം, അതിനപ്പുറം അറിയാനും ആസ്വദിക്കാനും വിശാലമായൊരു ലോകം തന്നെ ഉണ്ടെന്നുള്ളത്. പല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോടും അഡാപ്റ്റ് ആകാനും ശാന്തമായിട്ടിരിക്കാനും ഒക്കെ ഈ യാത്രകൾ നമ്മളെ പഠിപ്പിക്കും. ഈവൻ പുതിയ ശീലങ്ങൾ പോലും നമ്മൾ തുടങ്ങിയേക്കാം. യാത്രകളിലാണ് നമ്മൾ അപരിചിതരായ ആളുകളെ കാണുന്നതും അവർ നമ്മളെ സഹായിക്കുകയും വഴികാട്ടിയായി വരികയൊക്കെ ചെയ്യുന്നതും. വളരെ മിനിമൽ കാര്യങ്ങളായ ഒരു യാത്ര തുടങ്ങുമ്പോൾ വസ്തുക്കളേക്കാൾ അനുഭവങ്ങളാണ് വിലപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു തിരിച്ചറിവ്. എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമുക്ക് കഴിയുമെന്ന് യാത്രകൾ തെളിയിക്കും. അതുപോലെ ചെറിയ കാര്യങ്ങളോട് പോലും നമ്മൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡുള്ള മനുഷ്യരായി മാറും. അങ്ങനെ നമ്മൾ അഗസ്ത്യാർകൂടത്തിന് മുകളിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചു. അല്പനേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തതിനു ശേഷം താഴോട്ട് ഇറങ്ങുകയാണ്. ഈ ഒരു മടക്കയാത്രയിലാണ് എനിക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടുന്നത്. അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന പ്രേമും പിന്നെ നന്ദയും. ഇപ്പൊ ഞാൻ ഈ പിടിച്ചോണ്ട് നടക്കുന്ന വടി എന്റേതല്ല കേട്ടോ, ഞാനിപ്പോ ഈ പറഞ്ഞ പ്രേമിൻ്റെതാണ്. കാരണം തിരിച്ചു വരുന്ന വഴിക്ക് ആ റോപ്പിൽ പിടിച്ച് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസറിൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. പക്ഷെ തിരിച്ച് താഴെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയ്യോ എൻ്റെ വടി മുകളിലായിപ്പോയ കാര്യം ഞാൻ ഓർക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആ പെട്ടെന്ന് വടി എൻ്റെ കയ്യിലില്ല എന്ന് ഓർത്ത സങ്കടത്തിൽ, ആ ഒരു പേടിയിൽ ഞാൻ അയ്യോ എന്ന് വെച്ചപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നത് പ്രേമും നന്ദയാണ് എൻ്റെ ഫ്രണ്ടിൽ. അവരിറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവരത് കേട്ടിട്ട് എനിക്കെന്തോ പറ്റി എന്നുള്ള ഇതിൽ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഞാൻ ഇല്ല, ഒന്നുമില്ല, ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി മുകളിലായിപ്പോയി. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു തിരിച്ചു പോയി എടുക്കണോ? അപ്പം ഞാൻ പറഞ്ഞില്ല, അതങ്ങ് നല്ല ടോപ്പിലാണ്, ഇനിയിപ്പോൾ അതെടുക്കാൻ വേണ്ടി ഇത്രയും കയറേണ്ടി വരും. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രേമാണ് പിന്നെ അവൻ്റെ കയ്യിലുള്ള വടി തന്നത്. കുഴപ്പമില്ല, അവൻ ഓക്കെയാണ്, ഇത് വെച്ചോ, താഴെ എത്തുന്നവരെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നു. പിന്നെ എൻ്റെ കൂടെ അവരങ്ങനെ ഉണ്ടായിരുന്നത്. ഇതാണ് പ്രേം.
ബാക്കിയുള്ള യാത്ര മുഴുവൻ ഞാനും നന്ദയും പ്രേമും ഒരുമിച്ചിട്ടായിരുന്നു കേട്ടോ. പല കഥകളും തമാശകളും ഫിലിം സ്റ്റോറീസും തമിഴ്നാട്ടിലും കേരളത്തിലുള്ള ഫേമസ് ഫുഡുകളും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ചർച്ചാ വിഷയങ്ങൾ. ഞാൻ അവരുടെ ഏജ് ഗ്രൂപ്പിലേക്ക് ആയതാണോ അവരെൻ്റെ ഏജ് ഗ്രൂപ്പിലോട്ടായതാണോ എന്ന് അറിയില്ല. കാരണം ഒരേ വൈബായിരുന്നു. അങ്ങനെ ഒരു ഏജ് ഡിഫറൻസ് ഇല്ലാണ്ട് ഒരേ വൈബിൽ സംസാരിച്ച് ഞങ്ങൾ താഴെ വരെ എത്തി. അങ്ങനെ നടന്ന് നമ്മുടെ അതിരുമല ബേസ് ക്യാമ്പ് എത്താറായിട്ടുണ്ട്. നമ്മൾ ഈ വരുന്ന വഴിയെ ചെറിയ കാവുകളും പ്രതിഷ്ഠകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ ട്രൈബൽസിന്റെ ആണ്. ഇതാണ് നന്ദ. പ്രേമിനെ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ. சூப்பரா இருந்துச்சு. மலையாளத்தை பரடா. மலையாளம் தெரியாது. சூப்பரா இருந்துச்சு. நீங்களும் வந்து ட்ரை பண்ணி பாருங்க. நல்லா தான் இருக்கும். கொஞ்ச நேரம் வாக்கிங் அந்த மாதிரி 1 month போயிட்டு வந்தாலே போயிடலாம். ஆனால் பொறுமையாக ஏறினா ஏறிடலாம். உடம்பு நல்லா குறைஞ்சிடும். ஒரு நாளையா நாங்கள் அடுத்து கேம்புக்கு போயிட்டு இருக்கோம். இப்போ சாப்பாடு சாப்பிட போய்கிட்டு இருக்கோம். ஆமாம், சாம்பார் சாதம் மட்டன் அரிசா இருக்கு. ஓகே, கண்டினியூ பண்ணுவாங்க. அவங்க கண்டினியூ பண்ணுவாங்க. ഈ കാണുന്ന മലയിൽ നമ്മുടെ അഗസ്ത്യമുനിയുടെ ഒരു രൂപസാദൃശ്യമുള്ള ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഈ ഒരു പ്രദേശം നമ്മുടെ ബേസ് ക്യാമ്പിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മളപ്പോൾ ഇന്ന് ഈ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് വൈകിട്ട് ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമല്ല, ഒരു അരുവിയുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും പോയിട്ട് കുളിക്കാറൊക്കെ ഉണ്ട്. ഞങ്ങൾ കുളിക്കാനൊന്നും പോയില്ല, ജസ്റ്റ് അവിടം വരെ പോയി സ്ഥലമൊക്കെ കണ്ടു തിരിച്ചു വന്നു. അങ്ങനെ ഈ ഒരു യാത്രയിൽ ഒരുപാട് നല്ല മനുഷ്യന്മാരെ കാണാനും ഇടപഴകാനും ഒക്കെ സാധിച്ചു. വളരെ മിനിമൽ ഫെസിലിറ്റീസിൽ ഒരു പരാതിയും പറയാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്നും വിശന്ന് വലഞ്ഞ് തളർന്നു വന്നിരിക്കുമ്പോൾ സ്നേഹത്തോടെ മുന്നിൽ വിളമ്പിത്തരുന്ന ഭക്ഷണത്തിന് ഒരു 5 സ്റ്റാർ ഹോട്ടലിലും കിട്ടാത്ത രുചി ഉണ്ടാകുമെന്നും വാല്യൂ ഉണ്ടാകുമെന്നും മനസ്സിലാക്കാനും കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന 2025 ഡിസംബറിലെ ഈ ഒരു ട്രക്കിംഗ് വളരെ മാധുര്യമുള്ള ഒരു നല്ല ഓർമ്മയായി മനസ്സിന്റെ ഒരു കോണിൽ എന്നും ഉണ്ടാകും. ഈ യാത്രയും കാഴ്ചകളും നിങ്ങൾക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. തിരിച്ചു മലയിറങ്ങുമ്പോഴൊന്നും ഇനി ഈ സ്ഥലത്തേക്ക് തിരിച്ചു വരും എന്നുള്ളൊരു ആഗ്രഹമൊന്നും മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ശരിക്കും ഞാൻ ഇവിടെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. തിരിച്ചിനിയും പോകണം. കാരണം നമ്മളുടെ ഇടയിൽ തന്നെ 10-40 തവണയൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു അതിശയമായിരുന്നു. ഇതെങ്ങനെയാണ് എല്ലാ വർഷവും ഇങ്ങോട്ട് വരുന്നത്? ഇത്രയും പ്രയാസമുള്ള യാത്രയല്ലേ, അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് വീണ്ടും വീണ്ടും വരുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് മിസ് ചെയ്യും കേട്ടോ. നമുക്കാര് ആക്ച്വൽ അങ്ങനെ ഒരു കോളിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞ് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എനിക്ക് വല്ലാണ്ട് ഈ ഒരു യാത്ര ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എത്തുന്ന ആ ഒരു മല മുകളിലുള്ള ഒരു കാഴ്ചകളല്ല, ഈ ത്രൂ ഔട്ട് ദ ജേർണി നമ്മൾ ശരിക്കും ആസ്വദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ചു പോകണം എന്നൊരാഗ്രഹം വീണ്ടും വരും.
അങ്ങനെ ഈ ഒരു യാത്ര വളരെ മനോഹരമായിട്ട് തന്നെ നമ്മളിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ ആദ്യത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ ഒരു സ്ഥലത്തെത്തും. അവിടെ നമ്മുടെ ഐട്രക്കിൻ്റെ ഫൗണ്ടറായ സാം എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. നമ്മളെല്ലാവരും ഈ ഒരു ട്രെക്കിംഗ് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതിനുള്ളൊരു റിവാർഡാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.